ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഒരു അടിപൊളി സസ്പെൻസ് ത്രില്ലർ മൂവിയുടെ കഥ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കഥയുടെ ചുരുക്കരൂപം ചെറുതായിട്ടൊന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശതകോടീശ്വരനായിട്ടുള്ള ഒരു മനുഷ്യൻ പെട്ടെന്നൊക്കെ ആത്മഹത്യ ചെയ്യുകയാണ്. എല്ലാവരെയും വളരെയധികം ഞെട്ടിപ്പിച്ചു കളഞ്ഞ ഒരു സംഭവം തന്നെയായിരുന്നു അത്. അതിന്റെ പിന്നിലെ രഹസ്യം അറിയാനായിട്ട് കുറച്ച് പോലീസുകാർ ഒരു പ്രൊഫസറെ സമീപിക്കുകയാണ്. അദ്ദേഹത്തിന് മാത്രമേ അതിന്റെ ഉത്തരം കണ്ടെത്താൻ കഴിയുള്ളൂ. പക്ഷെ പ്രശ്നം അതായിരുന്നില്ല. 1-2 ദിവസമായിട്ട് പ്രൊഫസർക്ക് ഓർമ്മശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. പ്രൊഫസർ കാണുന്ന കാഴ്ചകളുണ്ടല്ലോ, ഭീതിപ്പെടുത്തുന്നതായിരുന്നു. നരകം പോലെയുള്ള ഭൂമി. അദ്ദേഹത്തിന്റെ കീശയിൽ ആരോ ഒരു മെമ്മറി കാർഡ് ഇട്ടു കൊടുത്തിട്ടുണ്ട്. അതിലുണ്ടായിരുന്ന കാഴ്ചകള് അല്ലെങ്കിൽ വിവരങ്ങള്, നരകത്തിലുണ്ടായിരുന്ന ഓരോ ശിക്ഷകളും ക്രൂരമായിട്ടുള്ള ഓരോ കാര്യങ്ങളുമായിരുന്നു. എന്താണ് സംഭവിക്കുന്നത്? കഥയുടെ അവസാനം വരെ ഒന്നും അറിയില്ല. ഒരു അടിപൊളി സസ്പെൻസ് തന്നെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ കഥ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. എന്തായാലും നമുക്ക് ആ കഥ അങ്ങ് ആരംഭിക്കാം. അതിനു മുന്നേ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ രണ്ടാമത്തെ ചാനൽ മല്ലു എക്സ്പ്ലെയിനർ സീരീസ്, അതിൽ ഒരു അടിപൊളി സീരീസ് തന്നെ തുടങ്ങാൻ പോവുകയാണ്. സ്പാർട്ടാക്കസ് എന്നാണ് ആ സീരീസിന്റെ പേര്. എൻജോയ് ചെയ്ത് ആസ്വദിച്ച് കാണാൻ പറ്റിയ ഒരു സീരീസ് തന്നെ ആയിരിക്കും കേട്ടോ ഈ സ്പാർട്ടാക്കസ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. അതുകൊണ്ട് നിങ്ങൾ മല്ലു എക്സ്പ്ലെയിനർ സീരീസ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഈ കഥയിലേക്ക് അങ്ങ് പോകാം. വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. പോകാം നമുക്ക് കഥകളുടെ ആ മായ ലോകത്തിലേക്ക്. കഥയുടെ തുടക്കത്തിൽ തന്നെ സോബ്രിസ് എന്നൊരു സയന്റിസ്റ്റ് കുറച്ച് പൈസക്കാരനായിട്ടുള്ള ഒരാളാണ് കേട്ടോ. അയാൾ എന്തോ ഒരു സെമിനാർ വലിയൊരു സദസ്സിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ സെമിനാറിന്റെ വിഷയം എന്നല്ലേ? സോബ്രിസ്റ്റ് ആ ഒരു സദസ്സിനോടായി പറയാണ്, നമ്മുടെ ഈ ലോകത്തിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണ്? നമ്മുടെ ലോകത്തിലെ അമിതമായ ജനപ്പെരുപ്പം തന്നെ. കോടാനും കോടി മനുഷ്യരാണ് ഓരോ വർഷം തോറും ഉണ്ടായി വരുന്നത്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഭക്ഷ്യക്ഷാമം, പ്രകൃതിയുടെ നാശം, 40-50 വർഷങ്ങൾ കൊണ്ട് മനുഷ്യകുലം തന്നെ പൂർണ്ണമായിട്ടും നശിച്ചു പോകും. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. മനുഷ്യരാശിയെ സംരക്ഷിക്കാനായിട്ട് ഒരേ ഒരു വഴി തന്നെയുള്ളൂ. അതാണ് പോപ്പുലേഷൻ. അത് കൺട്രോൾ ചെയ്യുക. ഇപ്പൊ ഭൂമിയിലുള്ള 50% ആൾക്കാരെ ഇല്ലാതാക്കി കളയുക. യുക്തിപരമായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല തീരുമാനം തന്നെയാണ്. പക്ഷേ അതൊരു ഭ്രാന്തമായ ചിന്ത കൂടിയാണ്. അത് കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും അല്ലേ? ഇവിടെ സീൻ കട്ടെ അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ സോബ്രിസ്റ്റ് എന്ന ഈ സയന്റിസ്റ്റ്, പണക്കാരനായിട്ടുള്ള ഈ സയന്റിസ്റ്റിന്റെ പിന്നാലെ ആരും ഓടി വരുന്നുണ്ട്. ഇയാളാണെങ്കിൽ അവരെ പേടിച്ചുകൊണ്ട് എങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് അയാളുടെ വോയിസ് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അയാൾ ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് ഞാനൊരു ദൗത്യം തരികയാണ്. അത് നീ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ പോപ്പുലേഷൻ അത് നേരെ പകുതിയായിട്ട് തീരും. അല്ലെങ്കിൽ അടുത്ത 100 വർഷങ്ങൾക്കുള്ളിൽ മനുഷ്യർ മുഴുവനായിട്ട് നശിച്ചു പോകും. നീ ആ ഒരു ദൗത്യം ഏറ്റെടുക്കുവോ? എനിക്കത് പൂർത്തിയാക്കിയേ മതിയാവോ? ചിലപ്പോ എനിക്കത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് ചെയ്യണം. അതിനുവേണ്ടി നിനക്ക് ഞാൻ കുറച്ച് സൂചനകൾ ബാക്കി വെച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ഇപ്പോ ഈ സോബ്രിസ്റ്റ് ഒരു ടവറിന്റെ മുകളിലേക്ക് ഓടി കയറുകയാണ് കേട്ടോ. അയാളുടെ പിന്നാലെ തന്നെ കുറച്ച് ഏജന്റുമാര്, പോലീസുകാർ ഇങ്ങനെ വരുന്നുണ്ട്. സോബ്രിസ്റ്റ് പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ലോകത്തെ ബാധിച്ച ക്യാൻസർ ആണ് അമിതമായ മനുഷ്യപെരുപ്പം. അതിനെ ഇല്ലാതാക്കിയിട്ടില്ലെങ്കിൽ മനുഷ്യർ പൂർണ്ണമായിട്ട് തന്നെ നശിച്ചു പോകുന്നു പറയുന്നുണ്ട്. അതിനായിട്ട് ഞാൻ കണ്ടുപിടിച്ച വൈറസ് ആണ് ഇൻഫെർണോ. നീ അതിനെ തുറന്നു വിടണം, എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ. അപ്പോഴേക്കും ആ ഒരു ടവറിന്റെ മുകളിലേക്ക് ഏജന്റുമാർ, പോലീസുകാർ ഓടി എത്തിയിട്ടുണ്ട്. ആ ഒരു സയന്റിസ്റ്റിന്റെ അടുത്ത്, സോബ്രിസ്റ്റിന്റെ അടുത്ത് ചോദിക്കുകയാണ്, എവിടെയാണ് ഒരു വൈറസ്? സത്യം പറയുന്നത് പറയണം. പക്ഷെ ഒന്നിനും മറുപടി കൊടുക്കാതെ അവിടെ നിന്നും താഴേക്ക് ചാടിയിട്ട് ആത്മഹത്യ ചെയ്യാണ് ഈ സോബ്രിസ്റ്റ്. ഇനി നമ്മൾ കഥയിലേക്ക് കിടക്കാൻ പോവാണ് കേട്ടോ. എന്താണ് ഇൻഫെർണോ? എന്താണ് ഇൻഫെർണോ എന്ന ആ വൈറസ്? അതെല്ലാം നമുക്ക് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം. ഒരുപാട് ട്വിസ്റ്റുകൾ നിങ്ങളെ കാത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കഥയുടെ ഹീറോ ആയിട്ടുള്ള റോബർട്ടിനെയാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു ഹോസ്പിറ്റലാണ്. പക്ഷെ അദ്ദേഹം നോർമൽ ആയിരുന്നില്ല. എന്തോ ഒരു ഹാലൂസിനേഷൻ എഫക്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. എന്താണെന്നറിയില്ല. ഒരുപാട് കാണാൻ കഴിയാത്ത, അതായത് നോർമലായിട്ട് കാണാൻ കഴിയാത്ത ഒരുപാട് കാഴ്ചകൾ അയാൾ കാണുന്നുണ്ട്. തല തിരിഞ്ഞു നിൽക്കുന്ന മനുഷ്യന്മാര് അവരാ നഗരത്തിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒരു അബോധാവസ്ഥയിലൂടെ അവന്റെ മനസ്സിലേക്ക് ആരും ഇങ്ങനെ പറയുന്നുണ്ട്, നീ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, നീ വലിയ പാപം ചെയ്തിട്ടുണ്ട്, ഒരു പാപിയാണ് നീ, നീ ചെയ്ത പാപത്തിനുള്ള പ്രതിഫലം അത് നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യുന്ന ആരും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ പതിയെ പതിയെ കണ്ണുവർക്കാണ് റോബർട്ട്. ഇപ്പൊ അവന്റെ മുന്നിലായിട്ട് ഒരു ഡോക്ടർ ഉണ്ട്, ഒരു ലേഡി ഡോക്ടറാണ്. അവളുടെ പേരാണ് സിയാന. സിയാന ഇപ്പൊ റോബർട്ടിന്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ തലക്ക് നല്ല രീതിയിൽ ഒരു അടി കിട്ടിയിട്ടുണ്ട്, കുറച്ചുകൂടെ ഒന്ന് മാറിപ്പോയിരുന്നെങ്കിൽ നിങ്ങൾ മരിച്ചു പോയനെ. ഈ സമയത്തെല്ലാം റോബർട്ടിന് പഴയ എന്തൊക്കെയോ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ വ്യക്തമായിട്ട് ഒന്നും ഓർമ്മ വരുന്നില്ല. ഒരു സ്ത്രീ അയാളുടെ മൈൻഡിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അവരുടെ മുഖം വ്യക്തമല്ല. ഇപ്പൊ സിയാന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? ഇപ്പൊ റോബർട്ട് പറയുന്നുണ്ട്, ഞാൻ ബോസ്റ്റണിൽ നിന്നാണ് വരുന്നത്. പക്ഷെ എന്താണ് സംഭവിച്ചത് ഒന്നും എനിക്കറിയില്ല. ആരാണ് എന്നെ ഇവിടെ കൊണ്ടാക്കിയത് എന്നൊക്കെ റോബർട്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ സിയാന പറയുന്നുണ്ട്, ആരാണെന്ന് അറിയില്ല, ഒരാൾ നിങ്ങൾ ഇവിടെ എത്തിച്ചതാണ്, ആക്സിഡന്റ് പറ്റിയതാണ് എന്നാണ് അയാൾ പറഞ്ഞത്. ഇപ്പൊ റോബർട്ട് ചോദിക്കുകയാണ്, എന്നെ കുറിച്ച് നിനക്ക് ഒന്നും അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് എന്റെ പേര് വിളിച്ച് നീ സംസാരിക്കുന്നത്? ഈ സമയത്ത് സിയാന പറയാണ്, നിങ്ങൾ അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? അതായത് ഈ റോബർട്ട് എന്ന് പറയുന്നത് നല്ലൊരു ആർക്കിയോളജിക്കൽ എന്തോ ഒരു ഗവേഷകനാണ്. ഒരുപാട് സെമിനാർ
സെമിനാറുകളും പേപ്പറുകളൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന ഒരു പ്രശസ്തനായിട്ടുള്ള ഒരാൾ തന്നെയാണ്. അതുകൊണ്ടാണ് റോബർട്ടിനെ സിയാനയ്ക്ക് പെട്ടെന്ന് മനസ്സിലായത്, പേര് വിളിച്ചത്. പക്ഷെ ഇപ്പോൾ റോബർട്ടിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ എന്ത് പറയാ, നരകത്തിലെ ഓരോ കാഴ്ചകൾ, ആ ഒരു സ്ഥലം മുഴുവൻ നരകമായാൽ എങ്ങനെയാ ഉണ്ടാവുക, അതുപോലെയുള്ള ഓരോ കാഴ്ചകളാണ് ഈ റോബർട്ട് ഇങ്ങനെ കാണുന്നത്. എന്താണ് ചുറ്റും നടക്കുന്നതെന്ന് വ്യക്തമായിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. ഇപ്പൊ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു ലേഡി പോലീസ് വരികയാണ് കേട്ടോ. ഈ റോബർട്ടിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ആക്സിഡന്റിനെ കുറിച്ചൊക്കെ അന്വേഷിക്കാനായിരിക്കും. പക്ഷെ ഹോസ്പിറ്റലിൽ ഈ റോബർട്ടിനെ കിടത്തി ആ ഒരു റൂമിലേക്ക് എത്തിയ സമയത്ത് അവിടെ പുറത്തുണ്ടായിരുന്ന ഒരു ഡോക്ടറിനെ ആ ഒരു ലേഡി പോലീസ് വെടിവെച്ച് കൊല്ലുകയാണ്. പക്ഷെ അത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് തന്നെ സിയാന പരിചയമുള്ള ഒരു ഡോക്ടർ, ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ അയാളെയും കൂട്ടിയിട്ട്, അതായത് റോബർട്ടിനെയും കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു വാതിൽ അടച്ചിട്ട് ഒരു വഴിയിലൂടെ രക്ഷപ്പെട്ടു പോവുകയാണ്. ഒരു കാറിലൂടെയാണ് അവർ പോകുന്നത്. ഈ സമയത്തെല്ലാം റോബർട്ടിന് പുറത്തുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു നരകം പോലെ. എന്താണ് ഒന്നും മനസ്സിലാകുന്നില്ല. നഗരത്തിലാകെ തീ, തലതിരിഞ്ഞ മനുഷ്യര്, രക്തത്തിന്റെ പുഴകള്, അങ്ങനെയുള്ള ഓരോ കാഴ്ചകൾ, അങ്ങനെ ഭീതിപ്പെടുത്തുന്ന ഓരോ കാഴ്ചകൾ കണ്ടിട്ട് ഇപ്പൊ റോബർട്ട് ഞെട്ടിയങ്ങ് എണീക്കുകയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം ഇപ്പൊ ഉള്ളത് സിയാനയുടെ വീട്ടിലാണ്. സിയാന ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് ശരിക്കും പറ്റിയത്, വ്യക്തമായിട്ടൊന്ന് പറയൂ. ഇപ്പൊ റോബർട്ട് പറയണേ, ഒന്നും എനിക്കറിയില്ല, എന്താണ് പറ്റിയതെന്ന് പോലും. ഇപ്പൊ സിയാന അവളെ പരിചയപ്പെടുത്തുകയാണ്. എന്റെ പേര് സിയാന, ഒരു ഡോക്ടറാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അവളുടെ വീട്ടിലാണെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. റോബർട്ട് ഓരോ കാര്യം എത്രത്തോളം മറന്നു എന്ന് നമുക്കൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. അതായത് റോബർട്ട് ഇപ്പൊ സിയാന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, രാവിലെ നമ്മൾ എഴുന്നേറ്റപാട് ഒരു വെള്ളം കുടിക്കല്ലേ, അതെന്താണ്, അതൊന്നും എനിക്ക് തരുമോ? അതായത് കോഫി, ടീ, ആ ഒരു പേര് വരെ അദ്ദേഹത്തിന് പറയാൻ കിട്ടുന്നില്ല. ഇപ്പൊ സിയാന പറയാണ്, എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പോലീസിനെ വിളിച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പൊ റോബർട്ട് അതിന് തടുക്കുകയാണ്. കാരണം ഒരു പോലീസ് തന്നെയാണ് എന്നെ കൊല്ലാൻ ശ്രമിച്ചത്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിനെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ സിയാനയും അത് ശരിവെക്കുകയാണ്. ഇപ്പൊ സിയാന പറഞ്ഞു, നിങ്ങളുടെ വസ്ത്രമൊക്കെ ഒന്ന് മാറ്റണം, കാരണം അതിൽ ഒരുപാട് രക്തമുണ്ട്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു, ശരി, നിന്റെ അടുത്ത് വല്ല വസ്ത്രം ഉണ്ടെങ്കിൽ എനിക്ക് താ എന്ന് പറയണം. ഇപ്പൊ സിയാന അവിടുന്ന് പോവാണ് കേട്ടോ. അതിനുശേഷം റോബർട്ട് അദ്ദേഹത്തിന്റെ ലാപ്പിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ റോബർട്ടിന്റെ മെയിലിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അത് ഇങ്ങനെയായിരുന്നു, അതായത് ഞങ്ങൾ കട്ടെടുത്ത ആ ഒരു വസ്തു നീ സംരക്ഷിക്കണം, അതിന് സൂക്ഷിച്ചു വെക്കണം എന്ന് പറയാണ് കേട്ടോ. ഇപ്പൊ മെയിൽ അയച്ച ആ മനുഷ്യനുണ്ടല്ലോ, അയാളിപ്പോ ഈ റോബർട്ടിന്റെ അടുത്തേക്ക് വരികയാണ്. അയാളുടെ കഴുത്തിലൂടെ ഒരു പാമ്പ് ഇങ്ങനെ ചുറ്റി വെക്കുന്നുണ്ട്. അത് അയാളുടെ ദേഹത്തെ ഇങ്ങനെ കടിക്കുന്നുണ്ട്. എന്തോ ഒരു സ്വപ്നം പോലെയാണ് ഈ ഒരു കാര്യത്തെ റോബർട്ട് കണ്ടത് കേട്ടോ. ഇതേ സമയം തന്നെ സിയാന വസ്ത്രവുമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പിന്നീട് വസ്ത്രം മാറാനായിട്ട് റോബർട്ട് ഒരു മുറിയിലേക്ക് പോവാണ്, അതായത് ബാത്റൂമിലേക്ക്. അവിടെ വെച്ച് വസ്ത്രമൊക്കെ മാറുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പുറത്തൊക്കെ ഒരുപാട് ചൊറി വന്നതുപോലെ റാഷസ് ഒക്കെ ഇങ്ങനെ കാണാനുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പൊ വസ്ത്രം മാറിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ പഴയ കോട്ടിൽ നിന്നും, അതായത് ഇപ്പൊ അഴിച്ചിട്ട കോട്ടിന്റെ കീശയിൽ നിന്നും ഒരു ട്യൂബ് പോലുള്ള എന്തോ ഒരു വസ്തു അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. ഇപ്പൊ സിയാനി ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ കയ്യിൽ, ആ വസ്തു എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോ ആ വസ്തു എന്താണെന്ന് ഇപ്പൊ റോബർട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് എങ്ങനെ വന്നു പോലും റോബർട്ടിന് അറിയില്ല. റോബർട്ട് പറയാണ്, അതായത് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ, മൈക്രോ ഓർഗാനിസം, അതിനൊക്കെ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം ട്യൂബാണിത്. പക്ഷെ ഇതെങ്ങനെ എന്റെ കീശയിൽ വന്നു അത് എനിക്കറിയില്ല. ഇപ്പൊ സിയാന ചോദിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയോ മറക്കുന്നുണ്ട്, സത്യം പറ, നിങ്ങൾ ആരാണെന്ന്. ഇപ്പൊ റോബർട്ട് പറയാണ്, എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാലോ, പിന്നെ എങ്ങനെയാണ് ഇതിനൊരു ഉത്തരം ഞാൻ നിനക്ക് തരാൻ പറ്റുക? ഇപ്പൊ സിയാന ചോദിക്കാണ്, ശരി ശരി, അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും വൈറസ് ഉണ്ടോ, അത് തുറന്നിട്ടുണ്ടെങ്കിൽ അത് പടരുമോ എന്നിപ്പോ ചോദിക്കാണ്. റോബർട്ട് പറഞ്ഞു, ഇല്ല ഇല്ല, ഈ ട്യൂബിനുള്ളിൽ മറ്റൊരു ട്യൂബിലേറ്റായിരിക്കും ആ ഒരു വൈറസിനെ സൂക്ഷിച്ച് വെച്ചിരിക്കുക, അതുകൊണ്ട് തന്നെ നമുക്കിത് തുറന്ന് നോക്കാം എന്ന് പറയാണ്. അങ്ങനെ ഇപ്പൊ അവര് ആ ഒരു ട്യൂബ്, ആ ഒരു സിലിണ്ടർ തുറന്നു നോക്കുകയാണ്. അതിന്റെ ഉള്ളിൽ വെച്ച് ഒരു എഴുത്താണ് അവർക്ക് ലഭിച്ചത് കേട്ടോ. ഒരു വൈറസ് ഒന്നും ആയിരുന്നില്ല, എന്തോ ഒരു ലൈറ്റ് പോലുള്ള ഒരു വട്ടത്തിലുള്ള സിലിണ്ടർ രൂപത്തിലുള്ള ഒരു സാധനം തന്നെയായിരുന്നു അത്. അപ്പൊ അതിന്റെ പുറത്തുണ്ടായിരുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഗ്രീക്കിലുണ്ടായിരുന്ന, പുരാണത്തിലുണ്ടായിരുന്ന ഒരു ചെകുത്താന്റെ ഇമേജ് ഒക്കെ ആയിരുന്നു കേട്ടോ. ആ കാര്യങ്ങൾ ഇപ്പൊ സിയാനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അതിലൂടെ ഒരു കാര്യം ഇവർ മനസ്സിലാക്കുകയാണ്, അതായത് ആ ഒരു ട്യൂബ് ഒരു പ്രൊജക്ടർ പോലെയാണ്. അതിപ്പോ ഓണാക്കുകയാണ് റോബർട്ട്. അതിൽ നിന്ന് ഒരു പ്രത്യേക വിഷ്വൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് ഇവര് ചുമരിലായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ആ ഒരു ചിത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നരകം എങ്ങനെയാണോ അതായിരുന്നു ആ ഒരു ചിത്രം. ഓരോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനുള്ള ശിക്ഷ എങ്ങനെയാണ് ലഭിക്കുക, ആ കാര്യങ്ങളാണ് ആ ഒരു ചിത്രത്തിൽ ഓരോ പടികളിലായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശരിക്കും ഈ ഒരു കാഴ്ചകൾ തന്നെയാണ് റോബർട്ട് അവന്റെ സ്വപ്നത്തിലൂടെ ഇങ്ങനെ കാണുന്നത്. സത്യം പറഞ്ഞാൽ റോബർട്ട് ഇപ്പൊ ഞെട്ടി പോവാണ് കേട്ടോ. എന്തായാലും വേണ്ടില്ല, ഈ ഒരു കാര്യം ഇനി പോലീസിനെ അറിയിക്കുക എന്ന് പറഞ്ഞിട്ട് പോലീസിലേക്ക് കോൾ ചെയ്യാണ്. ഇപ്പൊ പോലീസ് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ ആ ഒരു വസ്തു ഉണ്ട്. സിയാന പറയാണ്, തൽക്കാലം അത് നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയണ്ട. ഇപ്പൊ പോലീസ് അവരുടെ ലൊക്കേഷൻ ചോദിക്കുകയാണ്. ഇപ്പൊ പുറത്തേക്ക് നോക്കിയിട്ട് റോബർട്ട് പുറത്തുണ്ടായിരുന്ന ഒരു റെസ്റ്റോറന്റ് പേര് പറയാണ്. അപ്പൊ അതിന്റെ അടുത്ത് ഒരു ബിൽഡിങ്ങിലാണ് ഉള്ളത് എന്നുള്ള കാര്യം പറയാണ്. അപ്പൊ പ്രൊഫസർ ഇപ്പൊ എവിടെയാണുള്ളത് ആ ഒരു വിവരം ഇപ്പൊ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതായത് ഫസ്റ്റ് നമ്മുടെ സയന്റിസ്റ്റ് ആത്മഹത്യ ചെയ്തില്ലേ, റോബ്രസ്റ്റ്, ആ സമയത്ത് അയാളെ പിടിക്കാനായിട്ട് ഒരു ഏജന്റ് പോയില്ലേ, ക്രിസ്റ്റഫർ എന്നാണ് അയാളുടെ പേര്. അപ്പോൾ ക്രിസ്റ്റഫർ എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു ലൊക്കേഷൻ ഇപ്പോൾ, അതായത് പ്രൊഫസർ ഉള്ള റോബർട്ട് ഉള്ള ആ ഒരു ലൊക്കേഷൻ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ പോലീസ് വരുന്നതിന് മുന്നേ ആയിട്ട് ആ ഒരു സിലിണ്ടറിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രൊജക്ടർ ഉണ്ടല്ലോ, അതിലൂടെ വന്ന ആ നരകത്തിന്റെ ചിത്രം വ്യക്തമായിട്ട് തന്നെ റോബർട്ട് ഇപ്പം നിരീക്ഷിക്കുകയാണ്. പക്ഷെ അതിൽ ചില എഴുത്തുകൾ വ്യത്യസ്തമുള്ളതായിട്ട് റോബർട്ടിന് തോന്നുകയാണ്. അതിപ്പോ വായിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിൽ എഴുതിയിരിക്കുന്നത്
ഇങ്ങനെയാണ്, അതായത് സത്യം അതെന്താണ് മനസ്സിലാക്കണമെങ്കിൽ മരിച്ചു പോയവരുടെ കണ്ണിലൂടെ നോക്കണം. അത് എഴുതിയിരിക്കുന്നത് സോബ്രസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ആരാണ് ഈ സോബ്രസ്റ്റ് എന്ന് അവർ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ആ സോബ്രസ്റ്റ്, ആ ഒരു മാഡ് സയന്റിസ്റ്റ് ഉണ്ടല്ലോ, അയാൾ നടത്തിയിട്ടുള്ള ആ ഒരു സ്പീച്ച് സെമിനാറൊക്കെ ഇവർ കാണുകയാണ്. അതായത് ഇൻഫെർണോ എന്നൊരു വൈറസ് ഉപയോഗിച്ച് ലോകത്തിനെ നശിപ്പിക്കാനാണ് ഈ ഒരു ഡോക്ടറുടെ പദ്ധതി. ആ കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കി. പിന്നീട് ഈ സോബ്രസ്റ്റിനെ കുറിച്ചുള്ള കുറച്ച് ന്യൂസുകൾ ഇവർ കാണുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു വൈറസ് കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ സോബ്രസ്റ്റിനെ അന്വേഷിച്ച് പോലീസ് ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ കയ്യിൽ പെടുമെന്ന അവസ്ഥയിൽ ഒരു 3 ദിവസം മുന്നേ അയാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റോബർട്ടിന് ആ പ്രൊഫസർക്ക് ഒരു കാര്യം മനസ്സിലാകുകയാണ്. അതായത് എന്റെ ലക്ഷ്യം, എന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആരും നീങ്ങിച്ചതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ആ ഒരു വൈറസിനെ കണ്ടുപിടിക്കലാണെന്ന് തോന്നുന്നു എന്റെ ലക്ഷ്യം എന്നിപ്പോ റോബർട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്താണ് അവരുടെ ബിൽഡിങ്ങിന്റെ താഴെയായിട്ട് പോലീസുകാർ വരുന്നത്. ഇവര് നോക്കുമ്പോൾ ആരാ, ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് ഇവരെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ വേണ്ടി നോക്കിയല്ലോ ഒരു ലേഡി പോലീസ്, അവരായിരുന്നു. ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല, രക്ഷപ്പെടണം എന്ന് തന്നെ അവർ രണ്ടുപേരും തീരുമാനിക്കുകയാണ് കേട്ടോ. ഇതേ സമയം പ്രൊഫസർ, അതായത് റോബർട്ട്, ആ ഒരു പിക്ചറിൽ നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ട്. അതിൽ പല ഭാഗത്തായിട്ട് എന്തൊക്കെയോ അക്ഷരങ്ങൾ ചെതറിക്കെടുക്കുന്നുണ്ട്. അപ്പൊ അത് കൂട്ടി വായിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സിയാന പറയുന്നുണ്ട്. പക്ഷെ അതിനുള്ള സമയം അവർക്ക് ഇല്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ആ ഒരു പ്രൊജക്ടറും കുറച്ച് ബുക്കുകളൊക്കെ എടുത്തിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇതേ സമയം തന്നെ ആ ഒരു ലേഡി പോലീസും പോലീസ് ഏജന്റ് ആയിട്ടുള്ള ക്രിസ്റ്റഫറൊക്കെ കൂടിയിട്ട് ആ ഒരു ബിൽഡിങ്ങിലേക്ക് കയറി വരുന്നുണ്ട്. ഈ ക്രിസ്റ്റഫർ എന്ന് പറയുന്നത് WHO, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽപ്പെട്ട ഒരു പോലീസുകാരനാണ്. അപ്പോൾ ഇവർ രക്ഷപ്പെട്ട് എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ ഇവരുടെ പിന്നാലെ തന്നെ ഈ ലേഡി പോലീസും അതുപോലെ തന്നെ WHO ഏജൻസും പോകുന്നുണ്ട്. അതായത് ക്രിസ്റ്റഫർ എല്ലാം. ഇപ്പൊ WHO മറ്റൊരു ഓഫീസറായിട്ടുള്ള എലിസബത്ത് അങ്ങോട്ടേക്ക് എത്തുകയാണ്. അവരിപ്പോ നല്ല രീതിയിൽ തന്നെ ചൂടാകുന്നുണ്ട്. പ്രൊഫസറെ രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ അനുവദിച്ചോ, പിടിക്കണമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടാവുന്നുണ്ട്. ഇതേ സമയം തന്നെ ഒരു കാറിലൂടെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് റോബർട്ടും സിയാനയും കൂടെ. ആ ഒരു യാത്രയിൽ പ്രൊഫസർ ഒരു കാര്യം കണ്ടുപിടിക്കുകയാണ്. അതായത് ആ ഒരു പ്രൊജക്ടറിലെ നരകത്തിന്റെ ചിത്രം കാണിച്ചില്ല, അതിൽ ഒരുപാട് ലെറ്ററുകൾ ചെതറി കിടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കൂടി യോജിച്ചപ്പോൾ എന്തോ സീക്രട്ട് ഫൈൻഡിങ് അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളാണ് കിട്ടിയത്. ഇപ്പൊ പ്രൊഫസറിന് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാകുകയാണ്. അപ്പൊ ആ ഒരു പ്രദേശത്തിൽ നിന്നുള്ള ഒരു മ്യൂസിയത്തിലേക്ക് വണ്ടി വിടുന്നപ്പോ സിയാനിന്റെ അടുത്ത് പറയണം. ഇതേ സമയം മറ്റൊരു ഭാഗത്ത് ആ ഒരു ലേഡി പോലീസ് ഉണ്ടല്ലോ, അവരിപ്പോ ഏതൊരു ഓർഗനൈസേഷനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രൊഫസർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു ഓർഗനൈസേഷനിലെ ആളുകൾ പറയാണ്, ഓക്കെ എത്രയും പെട്ടെന്ന് തന്നെ അയാളെ കണ്ടുപിടിക്കണം. അയാളുടെ കയ്യിലുള്ള ആ ഒരു പ്രൊജക്ടർ ആരുടെ കയ്യിലും കിട്ടാതെ തന്നെ നിങ്ങൾ സൂക്ഷിക്കണം. ഇപ്പൊ ലേഡി പോലീസുകാരുമായിട്ട് കോൾ ചെയ്ത അയാളുണ്ടല്ലോ, അവരുടെ ആ ഓർഗനൈസേഷന്റെ മെയിൻ ആയിട്ടുള്ള ഒരാളുണ്ട്, അയാളുടെ അടുത്തേക്ക് പോവാണ്. അയാളുടെ പേരാണ് സിംസ്, ഒരു ഇന്ത്യൻ നടനാണ് കേട്ടോ. കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം മരിച്ചിട്ടുള്ളത്. ആ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പൊ സിംസിന്റെ അടുത്ത് അയാൾ കാര്യം പറയുന്നുണ്ട്, ആ ഒരു പ്രൊജക്ടർ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല. മാത്രമല്ല ഈ സിംസിന്റെ ഈ ഒരു കമ്പനിക്കായിട്ട് ചില ജോലികൾ കൊടുത്തിട്ടുണ്ട്. ആര്, മരിച്ചു പോയിട്ടുള്ള ആ പ്രാന്തൻ ഡോക്ടറായിട്ടുള്ള സോബ്രസ്റ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതിൽ ഈ സിംസിന്റെ കമ്പനി ആയിരുന്നു കേട്ടോ. പക്ഷെ അവർക്ക് പോലും അറിയില്ലായിരുന്നു അവരെന്താണ് ചെയ്തതെന്ന്. അപ്പോൾ ഒരു ഡേറ്റ് ഉണ്ട്, ആ ഒരു ഡേറ്റിന് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യണമെന്നും ഈ സോബ്രസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നാളെയാണ് ആ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യേണ്ടത്. അത് പബ്ലിഷ് ചെയ്യുന്നതിന്റെ മുന്നേ ആയിട്ട് അത് ആരും പ്ലേ ചെയ്ത് നോക്കരുതെന്നും ഈ ഒരു കമ്പനി എടുത്ത് അവർ പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ കമ്പനിയുടെ മുതലാളിയായിട്ടുള്ള സിംസ് പറയണേ, എന്തായാലും അയാൾ മരിച്ചില്ലേ, അത് നമുക്കൊന്ന് കണ്ടു നോക്കാം, എന്തോ ഒരു അപകടത്തിൽ നമ്മളെ പെടുത്താനാണ് അത് ഇതൊക്കെ ചെയ്തെന്ന് തോന്നുന്നു. ഇതേസമയം പ്രൊഫസർ റോബർട്ടും സിയാനയും കൂടെ ആ ഒരു മ്യൂസിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അവരവിടെ വന്ന് നോക്കുമ്പോൾ ഒരുപാട് പോലീസുകാർ അതിന് ചുറ്റും നിൽക്കുന്നു. അതായത് പോലീസുകാർക്ക് അറിയാമായിരുന്നു അവർ ഇങ്ങോട്ടേക്ക് തന്നെ വരുമെന്ന്. എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ടല്ലേ. ഇപ്പൊ പ്രൊഫസർ പറയാണ്, എനിക്ക് അതിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു രഹസ്യ വഴി അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു വഴിയിലൂടെ ഇപ്പൊ പ്രൊഫസറും സിയാനയും കൂടെ അതിന്റെ ഉള്ളിലേക്ക് പോവാണ്. എന്തായാലും പ്രൊഫസർക്ക് ഈ ഒരു മ്യൂസിയത്തെ കുറിച്ച് നന്നായിട്ട് അറിയാം കേട്ടോ. അങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് കയറിയ ഒരു ഇമേജിന്റെ അടുത്തേക്ക്, വലിയൊരു ചുമർ ചിത്രത്തിന്റെ അടുത്തേക്ക് പോവാണ്. അതിൽ നിന്നും എന്തൊക്കെയോ കാര്യങ്ങൾ വാങ്ങിച്ചെടുക്കാൻ വേണ്ടി ഈ പ്രൊഫസർ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് പ്രൊഫസറിന് എന്തോ ഒരു സ്വപ്നം പോലെ മൈൻഡിലേക്ക് ഒരു കാര്യം വരുന്നത്. അദ്ദേഹത്തിന്റെ കഴുത്തിലേക്കായിട്ട് ആരും ഒരു ഇഞ്ചക്ഷൻ കുത്തിക്കയറ്റുന്നത്, അതിന്റെ വേദനയിൽ അദ്ദേഹം കരയുന്നത്. പിന്നീട് ഈ പ്രൊഫസറിന്റെ ശരീരം ആകെ വികൃതമാകുന്നതൊക്കെ കാണുകയാണ് ഈ പ്രൊഫസർ. ഇപ്പൊ പ്രൊഫസർ സിയാനന്റെ അടുത്ത് പറയാണ്, ചിലപ്പോൾ ആ ഒരു വൈറസ് എന്റെ ശരീരത്തിൽ തന്നെ ആരെങ്കിലും കുത്തി വെച്ചിട്ടുണ്ടെങ്കിലോ, എന്നിലൂടെ ഈ ലോകം മുഴുവൻ പടർത്താനാണെങ്കിലോ അവരുടെ പദ്ധതി. ഇപ്പൊ സിയാന പറയാണ്, അങ്ങനെയാണെങ്കിൽ ആ ഒരു വൈറസ് പണ്ടേ എനിക്കത് ബാധിച്ചിട്ടുണ്ടാകുമായിരുന്നു, എന്റെ ശരീരത്തിനും അങ്ങനെയുള്ളൊരു മാറ്റങ്ങൾ വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വൈറസ് നിങ്ങളുടെ ശരീരത്തിലില്ല, അത് മറ്റെവിടെയാണ്. ഈ ഒരു സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കാഴ്ചകൾ നിന്റെ മൈൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഹാലൂസിനേഷൻ ഇഞ്ചക്ഷൻ തന്നെ ആയിരിക്കും നിനക്ക് അവർ തന്നിട്ടുണ്ടാവുക. അവര് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ആരാണ് ആ അവര് എന്ന് ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല കേട്ടോ. ഇപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മ്യൂസിയത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ലേഡി ഈ പ്രൊഫസറിന്റെ അടുത്തേക്ക് വരികയാണ്. പ്രൊഫസർ, നിങ്ങൾ ഇന്നലെ വന്നതല്ലുള്ളൂ, ഇന്ന് എന്തിനാ വന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇപ്പൊ പ്രൊഫസർ ചോദിക്കുകയാണ്, അല്ല ഞാൻ ഇന്നലെ വന്നിരുന്നോ? അപ്പൊ ആ ഒരു ലേഡി പറയാണ്, ആ നിങ്ങൾ ഇന്നലെ വന്നിരുന്നോ ആ ഒരു മാസ്ക് കാണാൻ വേണ്ടിയിട്ട്? അതായത് ഈ ഒരു മ്യൂസിയത്തിൽ പഴയ എന്തോ ഒരു മാസ്ക് ഉണ്ടായിരുന്നു, അത് കാണാനായിട്ട് അദ്ദേഹം ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്നലെ വന്നിരുന്നു. അങ്ങനെ ആ ഒരു പഴയ മാസ്ക് കാണാനായിട്ട് ഇവര് 3 പേരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ്. പക്ഷെ അവിടെ എത്തി നോക്കുമ്പോൾ അത് വെച്ച് ആ ഒരു ക്ലാസിന്റെ കോഡ് ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ ആ ഒരു മാസ്ക് ഇല്ല കേട്ടോ. അപ്പോൾ അതെങ്ങനെ നഷ്ടപ്പെട്ടു എന്നറിയാൻ വേണ്ടിയിട്ട് ഇവർ സെക്യൂരിറ്റിന്റെ ആ ഒരു മുറിയിലേക്ക് പോവാണ്. CCTV വിഷ്വലുകൾ ചെക്ക് ചെയ്യുകയാണ്. അപ്പോഴാണ് ഇവർ 3 പേരും ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. അതായത് ഇന്നലെ രാത്രി പ്രൊഫസറും അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനും കൂടെ വന്നിട്ട് ആ ഒരു മാസ്ക് ഇവിടെ നിന്ന് മോഷ്ടിക്കുകയാണ്.
എന്തിനാണെന്ന് പോലും ഈ പ്രൊഫസറിന് ഇപ്പൊ ഓർമ്മയില്ല. ഈ കാര്യം ഇപ്പൊ ആ ഒരു ലേഡി അറിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു ലേഡിയുടെ ID കാർഡ് കരുതിയിട്ട് അവിടെ നിന്നും പ്രൊഫസറും അതുപോലെ തന്നെ സിയാനിയും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് കേട്ടോ. പക്ഷെ അപ്പോഴേക്കും ആ ഒരു മ്യൂസിയത്തിന്റെ ഉള്ളിലേക്കായിട്ട് ഇപ്പൊ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട്. കാരണം അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് പ്രൊഫസർ കയറി കൂടിയിട്ടുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഇവർക്ക് ആർക്കും അറിയാത്ത പല വഴികളും ഈ മ്യൂസിയത്തിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് പ്രൊഫസർ റോബർട്ടിന് നന്നായിട്ട് തന്നെ അറിയാം കേട്ടോ. അപ്പൊ ആ ഒരു വഴികളിലൂടെ ഇവരാരും കാണാതെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രൊഫസറും അതുപോലെ തന്നെ സിയാനിയും. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ആ ഒരു ലേഡി പോലീസുകാരും വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോലീസുകാർ അവിടെയുള്ള എല്ലാ വാതിലുകളും ലോക്ക് ചെയ്തിട്ടുണ്ട്. പുറത്തേക്ക് കിടക്കാൻ ഒരു വഴിയില്ല ഇനി. ഇതേ സമയം തന്നെ ആ മ്യൂസിയത്തിന്റെ ഏറ്റവും മുകളിലൂടെ ഉള്ള ഒരു ഭാഗത്തൂടെ ഈ പ്രൊഫസറും സിയാനിയും കൂടെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ആ ഒരു സ്ഥലം മനസ്സിലായത് കൊണ്ട് തന്നെ ആയിരിക്കണം ആ ലേഡി പോലീസും അങ്ങോട്ടേക്ക് കയറി വരികയാണ്. ഇപ്പൊ പ്രൊഫസറിനെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ നിൽക്കുന്ന ആ ഒരു ലേഡി പോലീസിനെ സിയാനയുടെ സഹായത്തോടു കൂടെ പ്രൊഫസർ അവിടെ നിന്ന് തള്ളി താഴേക്ക് ഇടുകയാണ് കേട്ടോ. ആ ഒരു ലേഡി പോലീസ് നേരെ താഴേക്ക് വന്ന് വീഴുകയാണ്. അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ് കേട്ടോ. ആ ഒരു ഹോളിലൂടെ മുകളിലുള്ള കാഴ്ച നമ്മുടെ ഏജന്റ് ആയിട്ടുള്ള ക്രിസ്റ്റഫർ കാണുകയാണ്. പക്ഷെ ക്രിസ്റ്റഫർ ഈ കാര്യം ബാക്കിയുള്ള പോലീസുകാരെ അറിയിക്കാനല്ല ശ്രമിച്ചത്. അയാൾ ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ പോലീസുകാരെയും ഡൈവേർട്ട് ചെയ്ത് മറ്റൊരു ഭാഗത്തേക്ക് വിടുകയാണ്. ഇതേ സമയം തന്നെ പ്രൊഫസറും സിയാനിയും കൂടെ രക്ഷപ്പെട്ട് മ്യൂസിയത്തിന്റെ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. പുറത്തേക്ക് എത്തിയ പ്രൊഫസറിന് അറിയില്ല അവർ ഇന്നലെ രാത്രി കട്ട ആ ഒരു മാസ്ക് എവിടെയാണെന്ന്. ഇപ്പൊ മെയിൽ ചെക്ക് ചെയ്യാണ്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. അതിൽ രഹസ്യമായിട്ട് തന്നെ അദ്ദേഹം നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മാസ്കുള്ള കോഡ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്കായിട്ട് ഇപ്പോൾ സിയാനിയും റോബർട്ട് അതായത് ഈ പ്രൊഫസറും കൂടെ പോവുകയാണ്. പക്ഷെ ഇവരറിയാതെ തന്നെ ഇവരുടെ പിന്നാലെ തന്നെ ക്രിസ്റ്റഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഇതേ സമയം തന്നെ റോബർട്ടും സിയാനിയും കൂടെ നേരെ ഒരു ചർച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം അവിടെയായിരുന്നു ആ ഒരു മുഖംമൂടി ഉണ്ടായിരുന്നത്. മെയിലിൽ അങ്ങനെയാണ്. അങ്ങനെ ആ ഒരു പഴയ ചർച്ചിൽ വെച്ച് ആ ഒരു മുഖംമൂടി ഇവർ കണ്ടെത്തുകയാണ്. പിന്നീട് ആ ഒരു മാസ്കിനെ അവർ നിരീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിന്റെ പിന്നിൽ നിന്ന് മറ്റൊരു ക്ലൂ ഈ പ്രൊഫസറിന് ലഭിക്കുകയാണ്. അതായത് അതിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്: കുതിരകളുടെ തല വെട്ടിക്കൊന്നിട്ടുള്ള ക്രൂരനായിട്ടുള്ള ഒരു രാജാവ്, അയാളുടെ കല്ലറയിൽ ചെവി വെച്ച് നോക്കിയാൽ മതി, അടുത്ത ക്ലൂ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കേട്ടോ. ഇവരിപ്പോ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഏജന്റ് ആയിട്ടുള്ള WHO ഏജന്റ് ആയിട്ടുള്ള ക്രിസ്റ്റഫർ എത്തുകയാണ്. ഇപ്പൊ ക്രിസ്റ്റഫർ പ്രൊഫസറുടെ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് വിവരങ്ങൾ സന്ദേശങ്ങൾ കൈമാറാത്തത്? ഇപ്പൊ റോബർട്ട് അതായത് പ്രൊഫസർ പറയാണ്, നിങ്ങൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഈ സമയത്താണ് ക്രിസ്റ്റഫർ ഒരു കാര്യം പറയുന്നത്: നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു പ്രൊജക്ടർ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് തന്നത് അത് ഞാനാണ്, അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പൊ റോബർട്ട് പ്രൊഫസർ ഓർത്തെടുക്കുകയാണ് ആ ഒരു കാര്യങ്ങൾ. അതായത് ചെറുതായിട്ട് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നുണ്ട്. ആ ഒരു ഡിവൈസ് ഇദ്ദേഹത്തിന് കൊടുത്തത് ഇയാൾ തന്നെയാണ്, ഈ ക്രിസ്റ്റഫർ തന്നെയാണ്. ഇപ്പൊ ഈ റോബർട്ട് പ്രൊഫസർ ചോദിക്കുകയാണ്, അല്ല നിങ്ങളുടെ കൂടെ ഒരു ലേഡി കൂടെ ഉണ്ടായിരുന്നില്ല, അത് ആരാണെന്ന്. ഇപ്പൊ ക്രിസ്റ്റഫറാണ്, അത് മറ്റൊരു ഏജന്റ് തന്നെയാണ്, എലിസബത്ത് ആണ് അവരുടെ പേര്. പിന്നെ വേറൊരു കാര്യം കൂടി ക്രിസ്റ്റഫർ പറയാണ്, എലിസബത്തിനെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം അവൾക്കൊരു ലക്ഷ്യമുണ്ട്. അതായത് ആ ഒരു വൈറസിനെ കണ്ടുപിടിച്ചിട്ട് പുറം രാജ്യത്തേക്ക്, ശത്രു രാജ്യത്തേക്ക് അതിന് വിട്ട് കാശാക്കുക എന്നുള്ളത്. ഇപ്പോ പ്രൊഫസർ പറയാണ്, ഇല്ല ഒരിക്കലും എലിസബത്ത് അങ്ങനെ ചെയ്യില്ല. കാരണം ഈ ഡോക്ടറിന്റെ പഴയ കാമുകയാണ് എലിസബത്ത്. ഡോക്ടർ അല്ല കേട്ടോ, മാറിപ്പോയി, പ്രൊഫസർ റോബർട്ട്. ഇപ്പൊ ക്രിസ്റ്റഫർ പറഞ്ഞു, നിങ്ങൾ വിചാരിച്ചതുപോലെ ഒന്നല്ല കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു വൈറസിനെ നമുക്ക് കണ്ടെത്തിയേ മതിയാവുള്ളൂ, ക്രിസ്റ്റഫർ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ പ്രൊഫസർ പറയാണ്, അതിന്റെ അടുത്ത ക്ലൂ ലഭിക്കണമെങ്കിൽ നമ്മൾ നേരെ ഇനി വെനിസുലയിലേക്ക് പോകണം. പിന്നീട് ഇവര് മൂന്നുപേരും അതായത് പ്രൊഫസറും സിയാനിയും ഈ ഒരു ക്രിസ്റ്റഫറും കൂടെ നേരെ വെനിസുലയിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. ഇതേ സമയം തന്നെ മറ്റൊരു ഭാഗത്ത് സിംസിന്റെ ആ ഒരു കമ്പനിയിൽ അവരുടെ കയ്യിൽ ഈ സോബ്രസ്റ്റ് ഒരു വീഡിയോ കൊടുത്തിരുന്നില്ലേ നാളെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതെന്താണെന്ന് അവർ കാണുകയാണ് കേട്ടോ. ശരിക്കും ആ വീഡിയോയിലെ കാഴ്ചകൾ കണ്ടിട്ട് അവർ അമ്പരന്ന് പോവുകയാണ്. അതില് ഈ സോബ്രസ്റ്റ് വന്നിട്ട് പറയുന്നുണ്ട് അതിൽ എന്തൊക്കെയോ വൈറസുകളുണ്ട്, അത് ഈ ലോകം മുഴുവൻ പരക്കാൻ പോവുകയാണ്. 95% ആളുകളിലേക്ക് അത് പകരും. ഭൂമിയുടെ പകുതി മനുഷ്യർ തന്നെ അതിലൂടെ നശിച്ചു പോകും. ഇതെല്ലാം കേട്ട സമയത്ത് ആ കമ്പനിയുടെ മുതലാളിയായിട്ടുള്ള സിംസ് പറയാണ്, എന്ത് വലിയ മണ്ടത്തരമാണ് നമ്മളിപ്പോ കാണിക്കാൻ പോകുന്നത്. ഈ പ്രാന്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാലം നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ആ ഒരു കാര്യത്തെ തടുക്കണം. നാളെയാണല്ലോ ആ ഒരു വൈറസ് റിലീസ് ആകാൻ പോകുന്നത്, അതിനെ നമുക്ക് തടുത്തേ മതിയോ എന്നുള്ള സിംസ് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ക്രിസ്റ്റഫർ അതായത് ഇവർ പോയ ആ ഒരു ലൊക്കേഷൻ മനസ്സിലാകാതിരിക്കാൻ വേണ്ടി ഇവരുടെ പേരിൽ മറ്റൊരു സ്ഥലത്തേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഇതിന്റെ ഏജന്റ് ആയിട്ടുള്ള എലിസബത്തും ബാക്കിയുള്ള പോലീസുകാരൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ അവരുടെ അടുത്തേക്കായിട്ട് ഈ സിംസ് ആ കമ്പനിയുടെ ഓണർ വരികയാണ്. അയാൾ സംസാരിക്കുകയാണ്, നിങ്ങളെ പോകുന്ന ഭാഗത്തല്ല അവരുള്ളത്, അവരെവിടെയാണ് പോയിട്ടുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇതേ സമയം തന്നെ ഒരു ട്രെയിനിലൂടെ ആ ഒരു ഏജന്റ് ആയിട്ടുള്ള ക്രിസ്റ്റഫറും പ്രൊഫസറും സിയാനിയും കൂടിയിട്ട് വെനീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഏജന്റ് ക്രിസ്റ്റഫർ ആ ഒരു യാത്രയിൽ പ്രൊഫസറിന്റെ അടുത്ത് എന്തൊക്കെയോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രൊഫസർ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്, അദ്ദേഹത്തിന്റെ കയ്യിലൊക്കെ ആയിട്ട് ആകെ കുരു പോലെ എന്തൊക്കെയോ പൊന്തിയിട്ടുണ്ട്, ചൊറിയുന്നത് പോലെയൊക്കെ ആയിട്ട്. അദ്ദേഹം അത് വ്യക്തമായിട്ട് നിരീക്ഷിക്കുന്ന സമയത്ത് ഒരു ദിവസം മുന്നിലുള്ള ആ ഒരു കാര്യം വ്യക്തമായിട്ട് തന്നെ പ്രൊഫസർക്ക് ഓർമ്മ വരികയാണ്. അതായത് ആ ഒരു പ്രൊജക്ടർ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കാമുകിയായിട്ടുള്ള എലിസബത്ത് തന്നെയാണ്. ആ ഒരു വൈറസിനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ സമീപിച്ചത് അദ്ദേഹത്തിന്റെ കാമുകി തന്നെയായിരുന്നു. ഇപ്പൊ പ്രൊഫസർക്ക് ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, അവരുടെ കൂടെ ഇപ്പൊ ഉള്ള ഈ ക്രിസ്റ്റഫർ അവനാണ് യഥാർത്ഥ ചതിയനെന്ന്. ഈ ഒരു കാര്യം മനസ്സിലാക്കിയ പ്രൊഫസർ കാര്യങ്ങളെല്ലാം സിയാന്റെ അടുത്ത് രഹസ്യമായിട്ട് പറയാണ്. പിന്നീട് അവർ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ നിന്ന് ക്രിസ്റ്റഫറിനെ ഒഴിവാക്കുകയാണ് കേട്ടോ.
അവനെ അടിച്ച് വീഴ്ത്തിക്കൊണ്ട് തന്നെ ആ ഒരു ട്രെയിനിൽ നിന്നും ഇവർ രണ്ടുപേരും രക്ഷപ്പെടുകയാണ്. വെനീസിലെത്തി നേരെ അവർ ആ ഒരു ചർച്ചിലേക്ക് പോവാണ്. ഇതേ സമയം തന്നെ മറ്റൊരു ഭാഗത്ത് എലിസബത്തിനോട് സിംസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനൊരുപാട് മാപ്പെല്ലാം പറയുന്നുണ്ട്. കാരണം ഈ സോബ്രസ്റ്റിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് ഈ സിംസിന്റെ കമ്പനി തന്നെയായിരുന്നു. പക്ഷെ അവൻ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നതെന്ന് ഇവർക്ക് അറിയില്ലായിരുന്നല്ലോ. സോബ്രസ്റ്റ് എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളിത് ചെയ്യാൻ പറഞ്ഞു. അത് അതിന്റെ രീതിയിലായിട്ട് പണം മേടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തു കൊടുത്തു. പക്ഷെ അത് ഇത്രയും വലിയൊരു ഭീകരമായ വിപത്തായിരിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഒരു വൈറസ് ആയിരിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നത്തിലേക്ക് ഇപ്പൊ നിങ്ങളുടെ ഭർത്താവും വന്ന് പെട്ടിട്ടുണ്ട്. എന്തായാലും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ ചിലപ്പോൾ അതിന് തടുക്കാൻ കഴിഞ്ഞേക്കും എന്നിപ്പോ സിംസ് പറയാണ്. ഇതേ സമയം തന്നെ വെനീസിന്റെ നഗരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് പ്രൊഫസർ റോബർട്ടും അതുപോലെ തന്നെ സിയാനയും. അപ്പൊ അവര് ഈ ഒരു ക്ലൗഡിലേക്ക് ആ ഒരു വൈറസ് എങ്ങാനും റിലീസ് ആയിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ അത് പടരാൻ നിമിഷ നേരങ്ങൾ മതി. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ, കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ എല്ലായിടത്തും എത്തും. പിന്നീട് ആ ഒരു പ്രദേശത്തിലെ എന്താ പറയുക, കുതിരകളുടെ തലമുറിച്ച് കളയുന്ന ക്രൂരനായ ഒരു രാജാവിന്റെ കല്ലറയുടെ അടുത്തേക്ക് ഇവർ പോവാണ്. പക്ഷെ അവിടെ എത്തി ആ കുതിരകളുടെ സ്റ്റാച്ചുവിന്റെ അടുത്തേക്ക് എത്തി. അവിടെ എത്തിയപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. അവിടെ ഉണ്ടായിരുന്ന ഒരു ഗൈഡിന്റെ അടുത്ത് ചോദിച്ചതിലൂടെയാണ് അവർക്കത് വ്യക്തമായിട്ട് മനസ്സിലായത്. അതായത് ആ ഒരു രാജാവിന്റെ കല്ലറ ഉള്ളത് ഇവിടെയല്ല, ഇസ്താംബുളിലാണെന്ന്. ഇപ്പൊ പ്രൊഫസർ ആകെ കൺഫ്യൂഷനിലാണ്. എന്താണ് ഈ സംഭവിക്കുന്നത്? ഓരോ സ്ഥലത്തെത്തുമ്പോഴും മറ്റൊരു സ്ഥലത്തിന്റെ ലൊക്കേഷനാണ് ലഭിക്കുന്നത്. എന്താ ഇപ്പൊ ചെയ്യാൻ അവരിങ്ങനെ ആലോചിക്കാണ് കേട്ടോ. നേരെ ഇസ്താംബുളിലേക്ക് പോകാൻ തന്നെ അവർ തീരുമാനിക്കുകയാണ്. പക്ഷേ ആ ഒരു ചർച്ചിന്റെ പുറത്തായിട്ട് അവർ തേടിക്കൊണ്ട് തന്നെ ഏജന്റ് ക്രിസ്റ്റഫർ വരുന്നുണ്ട്. അപ്പൊ അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇവർ ഓടുകയാണ്. അതിന്റെ അടിയിലെ നിലവറയിലേക്ക് പോവാണ്. പക്ഷെ അവിടെ നിന്നും പുറത്തേക്ക് കടക്കാനുള്ള വാതിലൊന്നുമില്ല. പക്ഷെ അവിടെ ചെറിയൊരു ജനാല പോലുള്ള എന്തോ ഒന്ന് കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിലൂടെ കടക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് തുറക്കാൻ കഴിയുന്നില്ല. അപ്പൊ പുറത്തോട് പോകുന്ന ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് അതൊന്ന് തുറന്നു വരുമോ, പൈസ തരാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരിപ്പോ അത് തുറന്നു കൊടുത്തു. അങ്ങനെ ആദ്യം അതിലൂടെ പുറത്തേക്ക് കിടന്നത് സിയാന ആയിരുന്നു കേട്ടോ. ഇപ്പോഴാണ് വലിയൊരു ടെസ്റ്റ് തന്നെ നമ്മൾ ഇനി കാണാൻ പോകുന്നത്. സിയാന അതിലൂടെ പ്രൊഫസറെ പുറത്തേക്ക് ഇറക്കിയില്ല, അവൾ അത് അടക്കുകയാണ്. അതായത് ഈ സോബ്രിസ്റ്റോ എന്ന ആ ഒരു ഭ്രാന്തൻ ഡോക്ടർ ഉണ്ടല്ലോ, അവന്റെ കാമുകയാണ് ഈ സിയാന. ഫസ്റ്റ് സീനിൽ തന്നെ ഈ സോബ്രിസ്റ്റ് ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് അവൻ ആരെടുത്തോ എന്തോ ഒരു കാര്യം പറയുന്നതായിട്ട് നമ്മൾ കേട്ടില്ലേ? അത് പറഞ്ഞത് ഈ സിയാനയോട് തന്നെയാണ്. എനിക്ക് ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നീ അത് ചെയ്യണം. അതിനു വേണ്ടിട്ട് തന്നെ നിനക്ക് കുറച്ച് ക്ലൂകൾ ഞാൻ വിട്ടിട്ട് പോകുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് സോബ്രിസ്റ്റ് സിയാനയ്ക്ക് വേണ്ടി മാറ്റി വെച്ചതാണ് ആ ഒരു പ്രൊജക്ടർ. സിയാൻ അത് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ പ്രൊഫസറുടെ കീശയിലേക്ക് എത്തിച്ചു. അയാളുടെ ആ ഒരു വൈറസ് എവിടെയാണെന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് സിയാന എന്താ പറയാ വേഷം മാറി അദ്ദേഹത്തിന്റെ കൂട്ടുകാരിയാണ്, രക്ഷിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രൊഫസറിന്റെ കൂടെ കൂടിയത് കേട്ടോ. ആകെ ഷോക്കായി പോവാണ് ഈ പ്രൊഫസർ. ഇപ്പോ അപ്പോഴേക്കും ഏജന്റ് ക്രിസ്റ്റഫർ അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ പ്രൊഫസറിനെ വലിച്ച് താഴെ ഇടുകയാണ് കേട്ടോ. എന്നിട്ട് എവിടെയോ കൊണ്ടുപോയി കെട്ടിയിടുകയാണ്. ഇതേ സമയം തന്നെ ആ ഒരു ലൊക്കേഷൻ മനസ്സിലാക്കിയിട്ടുള്ള സിയാന നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് അവൾ ഓരോ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സിയാനി സോബ്രിസ്റ്റും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് സോബ്രിസ്റ്റ് അവൾക്ക് പറഞ്ഞിരുന്നു, നമ്മുടെ ഈ ലോകം നശിക്കാൻ പോവാണ്, അമിതമായ ജനപ്പെരുപ്പം തന്നെയാണ്, ഞാനൊരു മിഷൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഒരു വൈറസ് ആണത്, ആ ഒരു വൈറസിനെ ഞാൻ ഈ ലോകം മുഴുവൻ പടർത്തും, എനിക്കതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നീ അത് ചെയ്യണം, പക്ഷേ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു 100 വർഷത്തിന് ശേഷം നമ്മുടെ മനുഷ്യരാശി തന്നെ ഉണ്ടാവില്ല കേട്ടോ, അത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ മനുഷ്യരാശിയുടെ പകുതി തന്നെ ഇല്ലാതാവും, വരുന്ന ചരിത്രങ്ങളൊക്കെ നമ്മുടെ വാഴ്ത്തും, എന്തെങ്കിലും പറ്റി ഞാൻ മരിക്കുകയാണെങ്കിൽ ആ ദൗത്യം നീ തന്നെ പൂർത്തിയാക്കണമെന്ന് ഇപ്പൊ സിയാനിന്റെ അടുത്ത് സോബ്രിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സിയാന ആ ഒരു കാര്യം ചെയ്യാനായിട്ട് തന്നെ ജീവൻ നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ട് തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയത്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു കസേരയിലായിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ് പ്രൊഫസറിനെ. അദ്ദേഹത്തിന് മുന്നിലായിട്ട് ക്രിസ്റ്റഫർ ഉണ്ട്. ക്രിസ്റ്റഫർ പറയണം, നിങ്ങൾ എന്താണ് കാണിച്ചത്, ആ ഒരു വൈറസ് എങ്ങാനും എന്റെ കയ്യിലേക്ക് എത്തിയിരുന്നെങ്കിൽ ഈ ലോകത്തിലെ തന്നെ വലിയ കോടീശ്വരനായിട്ട് എനിക്ക് മാറാൻ പറ്റുമായിരുന്നു, എന്റെ എല്ലാ പദ്ധതിയും നിങ്ങൾ തകർത്തില്ലേ. ഈ സമയത്താണ് പ്രൊഫസർ ഒരു കാര്യം ചെയ്യുന്നത്, ഈ ക്രിസ്റ്റഫറിന്റെ പിന്നിലൂടെ ആരോ ഒരാൾ വരുന്നത്, അത് മറ്റാരും ആയിരുന്നില്ല, സിംസ് തന്നെയായിരുന്നു. സിംസ് പുറകിലൂടെ വന്നിട്ട് ഈ ക്രിസ്റ്റഫറിനെ അടിച്ച് കൊല്ലുകയാണ് കേട്ടോ. അങ്ങനെ ഈ സിംസ് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ പ്രൊഫസർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് സോബ്രിസ്റ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായം ചെയ്തു കൊടുത്തത് എന്റെ കമ്പനി തന്നെയാണ്. അന്ന് സോബ്രിസ്റ്റ് മരിച്ച സമയത്ത് അവന്റെ കയ്യിൽ നിന്നും ആ ഒരു പോയിന്റർ എടുത്തു കൊണ്ടുപോയത് ഈ ഒരു ക്രിസ്റ്റഫർ തന്നെയാണ്. പിന്നീട് അത് WHO ഏജൻസിന്റെ കയ്യിൽ കൊടുക്കണം, അതായത് എലിസബത്തിന്റെ കയ്യിൽ കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഈ എലിസബത്ത് ആണ് ആ ഒരു വൈറസിനെ കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു പോയിന്റർ പിന്നീട് ഈ ഡോക്ടറിന്റെ പ്രൊഫസർ റോബർട്ടിന്റെ കയ്യിലേക്ക് എത്തിക്കുന്നത്. ഈ ഒരു കാര്യം മനസ്സിലാക്കിയ സിയാന, കാരണം അവൾക്ക് വേണ്ടി മാറ്റി വെച്ച കാര്യമായിരുന്നു അത്, അതുകൊണ്ട് തന്നെ ഒരു വ്യക്തമായ പദ്ധതി അവൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ശരീരത്തിലേക്ക് ആ ഒരു ഇഞ്ചക്ഷൻ കുത്തി കയറ്റിയത് അത് അവൾ തന്നെയാണ്. അതൊരു ഹാലൂസിനേറ്റിംഗ് ഇഞ്ചക്ഷൻ ആണ്. നിങ്ങളിലൂടെ അവൾ അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നിങ്ങളുടെ ഈ ഒരു ചിന്തകൾ, നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന ഓരോ കാഴ്ചകളും അത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ തനിയെ മാറിക്കോളും. അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടാണ് നിങ്ങളുടെ ശരീരം മുഴുവൻ ഈ ചൊറിച്ചിലും കുരുകളൊക്കെ പൊന്തുന്നത്. ഇതിനെല്ലാത്തിനും സിയാനെ സഹായിച്ചതും ആ ഒരു ഇഞ്ചക്ഷൻ അവളുടെ കയ്യിലേക്ക് എത്തിച്ചതും അത് എന്റെ കമ്പനി തന്നെയാണ്. പക്ഷെ അവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ലായിരുന്നു. ആ ഒരു ഇഞ്ചക്ഷനിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന മായ കാഴ്ചയിലൂടെ, നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങളിലൂടെ പെട്ടെന്ന് തന്നെ ആ ഒരു വൈറസ് കണ്ടുപിടിക്കാനുള്ള ഒരു വ്യഗ്രത നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. അതിനുവേണ്ടി തന്നെയാണ് പ്ലാൻ ചെയ്ത് അത് നിങ്ങളുടെ ഉള്ളിലേക്ക് കുത്തിവെച്ചത്. ഇപ്പൊ എല്ലാ സത്യവും, എല്ലാ ട്വിസ്റ്റുകളും എല്ലാവർക്കും മനസ്സിലായി. അതായത് സിംസിനും മനസ്സിലായി,
പ്രൊഫസർ റോബർട്ടിന് മനസ്സിലായി. ഇപ്പൊ അങ്ങോട്ടേക്ക് എലിസബത്ത് എത്താണ്. എലിസബത്ത് എന്തുകൊണ്ടാണ് വളരെയധികം വേഗത്തിൽ തന്നെ പ്രൊഫസർ പിടിക്കണമെന്ന് പറഞ്ഞത്? കാരണം ഈ ഒരു പ്രശ്നത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ, അതായത് അവളുടെ കാമുകനായിട്ടുള്ള ഈ റോബർട്ടിനെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. ഇനി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് അവർ ചോദിക്കുന്ന സമയത്ത് റോബർട്ട് പറയുന്നു, എത്രയും പെട്ടെന്ന് തന്നെ ഇസ്താംബുളിലേക്ക് നമുക്ക് പോകണം. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ അങ്ങോട്ടേക്ക് യാത്ര തിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ സിയാനി ഇസ്താംബുളിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ വെച്ച് അവളുടെ കാമുകനായിട്ടുള്ള റോബർട്ടിന്റെ കുറച്ച് കൂട്ടുകാരെ അവൾ മീറ്റ് ചെയ്യുകയാണ്. എല്ലാ പ്ലാനും കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു വൈറസിനെ നമ്മൾ ഇന്ന് രാത്രി റിലീസ് ചെയ്യാൻ തന്നെ പോവുകയാണ്. ഈ ഒരു ദൗത്യം പൂർത്തിയാക്കാനായിട്ട് നീ കൂടെ ഞങ്ങളുടെ കൂടെ വേണമായിരുന്നു. എങ്ങാനും ഇത് തടുക്കാനായിട്ട് അവരിങ്ങോട്ടേക്ക് എത്തും. ആ സമയത്ത് തന്നെ അവരെ കബളിപ്പിച്ചുകൊണ്ട് അത് എങ്ങനെയെങ്കിലും നമുക്ക് റിലീസ് ആകണമെന്നപ്പോ ഈ സിയാനിന്റെ അടുത്ത് റോബർട്ട്സിന്റെ കൂട്ടുകാർ പറയാണ് കേട്ടോ. ഇതേ സമയം തന്നെ കുതിരകളുടെ തലയറുത്ത് കൊല്ലുന്ന രാജാവ് ഉണ്ടല്ലോ, അയാളുടെ ശവക്കല്ലറയുടെ അടുത്തേക്കായിട്ട് ഇപ്പൊ പ്രൊഫസർ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിംസും എലിസബത്തും ഉണ്ട്. അപ്പൊ ആ ഒരു ശവക്കല്ലറയിൽ തല വെച്ച് നോക്കാണ്, ചെവി വെച്ച് നോക്കാണ് എന്തായിരിക്കും അടുത്ത ക്ലൂ എന്ന്. അതിൽ നിന്നും ചില കാര്യങ്ങൾ ഇപ്പൊ പ്രൊഫസറിന് മനസ്സിലാവുകയാണ്. അതായത് ഇവിടെ അടുത്ത് തന്നെ വലിയൊരു മ്യൂസിക് ഷോ നടക്കാൻ പോകുന്നുണ്ട്. വളരെ ആഡംബരപൂർണമായിട്ടുള്ള ഒരു മ്യൂസിക് ഷോ തന്നെ. അങ്ങോട്ടേക്ക് ലോകത്തിന്റെ പല ഭാഗത്തുള്ള പലരും വന്നിട്ടുണ്ട്. പണക്കാരായിട്ടുള്ള മനുഷ്യർ തന്നെയാണ്. ശരിക്കും ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് ആ ഒരു വൈറസിനെ ആ ഒരു ഭ്രാന്തനായ ഡോക്ടർ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്. ഇവിടെ വെച്ച് ആ ഒരു വൈറസ് പടക്കുകയാണെങ്കിൽ ഈ ലോകം മുഴുവൻ അത് എത്താൻ വളരെ എളുപ്പമാണ്. കാരണം ഇത്രയും വലിയൊരു മ്യൂസിക് ഷോ ആണ്. ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആളുകളാണ് എത്തിയിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ അത് കണ്ടെത്തിയേ മതിയാവുള്ളൂ. അങ്ങനെ അവരിപ്പോ തെരച്ചിൽ ആരംഭിക്കുകയാണ്. മാത്രമല്ല ഈ വൈറസിന് വളരെ വലിയൊരു പ്രശ്നം കൂടിയുണ്ട്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എയറിലൂടെ പാസ്സാകും. അതായത് ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് മറ്റൊരു മനുഷ്യ ശരീരത്തിലേക്ക് മാത്രമല്ല, അത് വായിലൂടെ ഇങ്ങനെ സഞ്ചരിക്കും. ശരിക്കും ഈ ഒരു സംഗീത പരിപാടി നടക്കുന്ന ആ ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് വളരെയധികം ആഡംബരപൂർണ്ണമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അവിടെ ഇപ്പോൾ ഓരോരുത്തർ ഇരിക്കുന്നത് തന്നെ ഒരു പ്രത്യേകതരം എന്താ പറയാ, ഒരു ജലത്തിന്റെ കെട്ടിലാണ്. ആ ഒരു ജലത്തിന്റെ അടിയിലായിട്ടാണ് ആ ഒരു വൈറസ് ഒരു പാക്കറ്റിൽ കെട്ടി വെച്ചിട്ടുള്ളത്. പണക്കാരായിട്ടുള്ള ഓരോരുത്തരും അവരിയ്ക്കുന്ന ഒരു ടേബിള് അതെല്ലാം ഒരു വെള്ളത്തിലാണ്. അതായത് നിലം അടിഭാഗം മുഴുവൻ വെള്ളമാണ്. ഒരു പ്രത്യേക രീതിയിലുള്ള ഹൈറ്റില് ആഡംബരത്തിന് വേണ്ടി ചെയ്തു വെച്ചതാണത്. ഇതേ സമയത്ത് തന്നെ സിയാനി സോബ്രസിന്റെ കൂട്ടുകാരും കൂടിയിട്ട്, അതായത് ഈ ഒരു വൈറസിനെ കണ്ടുപിടിക്കാനായിട്ട് അവരിങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരതിനെ കണ്ടുപിടിച്ചാൽ തന്നെ അവര് അതിൽ നിന്നും തടുക്കാനായിട്ട് ഇവിടെ ചെറിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാക്കണം. അതിലൂടെ ആ ഒരു വൈറസ് റിലീസ് ആകണം. അതിനു വേണ്ടിയിട്ട് തന്നെ സിയാനും കൂട്ടുകാരും കൂടിയിട്ട് ചെറിയൊരു ബ്ലാസ്റ്റ്, ഒരു ബോംബ് അവിടെ സെറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഇപ്പൊ അവിടെ എത്തിയ പോലീസുകാരെയും എല്ലാവരും കണ്ടപ്പോൾ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നമുള്ളതായിട്ട് തോന്നി. കുറെ പേരൊക്കെ പുറത്തേക്ക് കിടക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരാളെ പോലും ആ ഒരു ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് വിടാതെ എല്ലാം ക്ലോസ് ചെയ്യാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു ജലത്തിലേക്ക് ഇപ്പോൾ പ്രൊഫസറും എലിസബത്തും കൂടി ഇറങ്ങുകയാണ്. എവിടെയായിരിക്കും ആ ഒരു വൈറസ് കെട്ടിവെച്ചിട്ടുണ്ടാവുക? അത് ഇവരിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്താണെങ്കിൽ സിയാനും അവരുടെ കൂട്ടുകാരനും അത് എവിടെയാണെങ്കിലും അതിനെ കണ്ടുപിടിച്ച് ആ പ്ലാസ്റ്റിക് അങ്ങ് പൊട്ടിച്ച് കളയണം. അതിനു വേണ്ടിയിട്ട് തന്നെ ഇവരും അതിനെ തേടി നടക്കുകയാണ്. സിയാനെ ഈ ഒരു വൈറസിനെയും തെരഞ്ഞുകൊണ്ട് അതിലൂടെ നടക്കുന്നത് ഇപ്പോൾ സിംസ് കാണുകയാണ് കേട്ടോ. സിംസിന് അവളെ പെട്ടെന്ന് തന്നെ മനസ്സിലായി. കാരണം ഇവർക്ക് എല്ലാ സഹായം ചെയ്തു കൊടുത്തത് ഈ സിംസ് തന്നെയാണല്ലോ. അവളെ തടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ സിയാന ഈ സിംസിനെ കൊന്നു കളയാണ്. ഇപ്പൊ സിയാനയുടെ അടുത്തേക്ക് പ്രൊഫസർ റോബർട്ട് എത്തുകയാണ് കേട്ടോ. പ്രൊഫസർ കരഞ്ഞ് കാൽ പിടിക്കുന്നത് പോലെ പറയുന്നുണ്ട്, ദയവ് ചെയ്ത് നീ ഇത് ചെയ്യല്ലേ, ഇതിൽ നിന്നൊന്ന് പിന്മാറുന്നു പറയുന്നുണ്ട്. ഇപ്പൊ സിയാന പറയുന്നുണ്ട്, ഞാൻ മരിച്ചാലും ശരി ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും, ആ വൈറസിനെ ഞാൻ റിലീസ് ചെയ്തിരിക്കും. അങ്ങനെ ഇപ്പൊ സിയാന അവളുടെ കയ്യിലുണ്ടായിരുന്ന ബോംബ് ആക്റ്റീവ് ചെയ്യാണ് കേട്ടോ. മറ്റൊരു രക്ഷയില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു ബോംബ് ആക്റ്റീവ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ ജലത്തിന്റെ അടിയിൽ വെച്ച് എലിസബത്ത് ആ ഒരു വൈറസിനെ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറിലാണ് അത് വെച്ചിരുന്നത്. പെട്ടെന്ന് തന്നെ എലിസബത്ത് അതിനെ എന്താ പറയാ, നല്ല ശക്തിയേറിയിട്ടുള്ള ഒരു കൂട്ടിലേക്ക്, ഒരു ചില്ലിന്റെ പാത്രമാണെന്ന് തോന്നുന്നു, അതിന്റെ ഉള്ളിലേക്ക് ഇട്ടുവെച്ച് അതങ്ങ് ലോക്ക് ചെയ്യാണ്. ആ സമയത്താണ് ആ ഒരു ബോംബ് പൊട്ടിത്തെറിച്ചത്. ജലത്തിന്റെ അടിയിലൂടെ ഇപ്പോ എലിസബത്തും തെറിച്ചു പോവാണ്, ആ ഒരു പെട്ടിയും തെറിച്ചു പോവാണ് കേട്ടോ. അങ്ങനെ ആ ഒരു പെട്ടിയുടെ ഉള്ളിൽ വെച്ച് തന്നെ വൈറസ് ഇട്ട് വെച്ച ആ കവർ പൊട്ടുകയാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അതിൽ വെച്ച് ലോക്ക് ചെയ്തത് കൊണ്ട് അത് പുറത്തേക്ക് വന്നില്ല. ഇപ്പൊ സോബ്രസിന്റെ സഹായികൾ അതിന്റെ അടിയിലേക്ക് വന്നിട്ട് ആ ഒരു പെട്ടി തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ പുറത്തു നിന്ന് പോലീസുകാർ അവര് ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ അവരുടെ ആ ഒരു മിഷനെ അവർ തടഞ്ഞിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് ആ ഒരു വൈറസും പുറത്തേക്ക് വന്നിട്ടില്ല കേട്ടോ. പിന്നീട് പെട്ടെന്ന് തന്നെ കുറച്ച് ഡോക്ടേഴ്സ് ഒക്കെ വന്നിട്ട് ആ ഒരു വൈറസിനെ നേരെ ലാബിലേക്ക് കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യാനും പിന്നീട് അതിനെ നശിപ്പിക്കാനുമായിട്ട് ഇപ്പൊ ഒരു ബെഞ്ചിലായിട്ട് എലിസബത്തും അതുപോലെ തന്നെ അവളുടെ കാമുകനായിട്ടുള്ള പ്രൊഫസർ റോബർട്ടും ഇരിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും പിന്നീട് അവരുടെ പ്രണയത്തെ കുറിച്ചൊക്കെ സംസാരിച്ച് എന്താ പറയാ, ലോകത്തെ രക്ഷിച്ചു എന്നൊക്കെ ആ ഒരു സമാധാനത്തിൽ എങ്ങനെ ഇരിക്കുകയാണ്, സംസാരിക്കുകയാണ്. ഈ സമയത്താണ് പ്രൊഫസർ ഒരു കാര്യം മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരന് കൂടിയിട്ട് ഒരു മ്യൂസിയത്തിൽ നിന്നും ഒരു മുഖംമൂടി അടിച്ച് മാറ്റിയില്ല, അതവിടെ തിരിച്ചെത്തിക്കണ്ടേ. അങ്ങനെ നേരെ ആ ഒരു മ്യൂസിയത്തിലേക്ക് പോവാണ്. അവിടെ എത്തിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഗൈഡിന്റെ അടുത്ത് ചോദിക്കുകയാണ്, അങ്ങനെ ഒരു മാസ്ക് ഇല്ലേ, അതിന്റെ അടുത്ത് നിങ്ങൾ കെയർ ഒന്നും ചെയ്യുന്നില്ല, അതിന്റെ ആ ഒരു ലൈറ്റ് ഒന്നും ഇട്ട് വെച്ചിട്ടില്ലല്ലോ. ഇപ്പൊ ആ ഒരു ഗൈഡ് പറയാണ്, നിങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് തോന്നുന്നു. കാരണം കുറച്ച് ദിവസം മുന്നേ ആരും അത് ഇവിടെ നിന്നും അടിച്ചു മാറ്റിയിട്ടുണ്ട്, കട്ടെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ആര് പറഞ്ഞു? ഞാനിപ്പോൾ അതിനവിടെ കണ്ടല്ലോ. പെട്ടെന്ന് തന്നെ ആ ഒരു ഗൈഡ് അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ ഒരു മാസ്ക് അവിടെ തന്നെ ഭദ്രമായിട്ടുണ്ട്. മറ്റാരുമല്ല, പ്രൊഫസർ തന്നെ ഇപ്പൊ കൊണ്ടുവച്ചതായിരിക്കണം. ഇത് കാണിച്ചുകൊണ്ട് തന്നെ ഈ സിനിമ ഇവിടെ തീരുകയാണ് കേട്ടോ. കഥ ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്
ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ നിർബന്ധമായിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ മറക്കരുത്, വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എപ്പോഴും നിങ്ങൾ മറക്കുന്ന കാര്യമാണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ. അതുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് വേഗം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ഒന്ന് എനാബിൾ ചെയ്തു വെക്കുക. അപ്പൊ പിന്നെ ഒന്നും പറയുന്നത് പോലെ തന്നെ കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എങ്കിൽ ആ കഥ പറഞ്ഞുതരാൻ എനിക്കും ഇഷ്ടമാണ്. ഇറ്റ്സ് മീ മല്ലു എക്സ്പ്ലെയിൻ.